വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു ഗീവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ 2 വിന്നേഴ്സിനെ ഞാൻ ലൈവിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗീവ് അവേയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മാർച്ച് 14 അപ്ലോഡ് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇത്രയും ഡിലേ ആവാൻ കാരണം എന്ന് വെച്ചാൽ 2 പ്രൈസാണ് ഞങ്ങൾ ഗീവ് അവേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് എന്ന് 2000 റുപ്പീസും സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് 500 റുപ്പീസുമാണ് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആള് ഞങ്ങൾക്ക് ക്രൈറ്റീരിയ അനുസരിച്ചുള്ള പ്രൂഫും കാര്യങ്ങളും അയച്ചു തരികയും ഞങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം അത് വാലിഡ് ആയതുകൊണ്ട് ഞങ്ങൾ അവർക്ക് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ റിച്ചു 123 എന്ന് പറയുന്ന ആൾക്കാണ് സെക്കൻഡ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആൾ ഇതുവരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ലൈവിൽ ഓൾറെഡി ഞങ്ങൾ അത് അനൗൺസ് ചെയ്യുന്ന മുന്നോടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഒരു ദിവസം അവർക്കൊരു ചാൻസ് കൊടുക്കും. കാരണം ഒരു ദിവസം വേണമല്ലോ, എന്തായാലും അവർക്ക് പ്രൂഫും കാര്യങ്ങളും ഞങ്ങൾ അയക്കാനും അതൊന്ന് വെരിഫൈ ചെയ്യാനും ഒരു ദിവസം വേണ്ടി വരും. അപ്പൊ ആ ഒരു ദിവസം നമ്മൾ സമയം കൊടുത്തു. പക്ഷെ ഇന്ന് 2 ദിവസമായിട്ടും ആള് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഓൾറെഡി അവരാണ് വിന്നർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു മെസ്സേജ് അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഇതുവരെ റെസ്പോൺസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് ഇത്രയും ഡിലേ ആവാൻ കാരണം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ആ പുള്ളിക്കാരൻ ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ പുള്ളിക്കാരൻ ഇന്ന് 8 മണിക്ക് വരെ ഞങ്ങൾ സമയം കൊടുക്കുകയാണ്. അപ്പൊ ഇന്ന് 8 മണിക്കുള്ളിൽ പുള്ളിക്കാരൻ ഞങ്ങൾ പറയുന്ന ക്രൈറ്റീരിയയും കാര്യങ്ങളും എല്ലാം പ്രൂഫ് അടങ്ങുന്ന ഞങ്ങൾക്കൊന്ന് അയച്ചു തരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം ഞങ്ങൾ ആ പേയ്മെന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പക്ഷെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആളുടെ ഞങ്ങൾ പേയ്മെന്റ് കൊടുത്ത പ്രൂഫായിരിക്കും ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവുക. സെക്കൻഡ് പ്രൈസിനുള്ള ആള് ഇന്ന് രാത്രി 8 മണിക്കുള്ളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അയക്കുന്ന പേയ്മെന്റ് സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും എന്റെ ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ആള് ഇന്ന് രാത്രി 8 മണിക്കുള്ളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സെക്കൻഡ് പ്രൈസ് ഞങ്ങൾ പറഞ്ഞു പോയില്ല, അപ്പൊ വേറെ ഒരാൾക്ക് കൊടുക്കണമല്ലോ എന്തായാലും. അപ്പൊ ഞങ്ങൾ ഇന്ന് രാത്രി 8 മണിക്ക് വീണ്ടും ഒരു ലൈവ് വന്ന് സെക്കൻഡ് പ്രൈസ് മാത്രം ഞങ്ങൾ ഒരിക്കൽ കൂടി സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം മുൻകൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള ആളുടെ പേരെന്ന് പറയുന്നത് ഷജ്ന എന്നാണ് ആളുടെ പേര്. അപ്പൊ ആള് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾ പറഞ്ഞ 3 ക്രൈറ്റീരിയ കാര്യങ്ങളുമൊക്കെ എനിക്ക് പ്രൂഫായിട്ടുള്ളത് ഇൻസ്റ്റാ ത്രൂ എനിക്കെല്ലാം അയച്ചു തന്നു, വെരിഫൈ ചെയ്തു. അത് ഓക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവർക്ക് പേയ്മെന്റ് ഓൾറെഡി ഞങ്ങൾ അന്ന് കൊടുത്തില്ല. കാരണം ഓൾറെഡി ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ എന്തായാലും പേയ്മെന്റ് അയക്കാമെന്ന്. അപ്പം സെക്കൻഡ് പ്രൈസ് കിട്ടാത്ത, അതായത് സെക്കൻഡ് പ്രൈസിലുള്ള ആള് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഇനിയും ഡിലേ ആകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് ഞങ്ങൾ ഓൾറെഡി അവർക്ക് തന്നെ അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ അവരുടെ ഗൂഗിൾ പേ നമ്പർ മേടിച്ചിട്ട് ഞങ്ങൾ അവർക്ക് പേയ്മെന്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിന്റെ പ്രൂഫും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രൈസ് കിട്ടാനുള്ള ആള്, സെക്കൻഡ് പ്രൈസ് കിട്ടാനുള്ള ആള് ഇതുവരെയും കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇനി മേ ബി കോൺടാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാലിഡിറ്റി കൊടുക്കുന്നത് ഇന്ന് രാത്രി 8 മണിക്കുള്ളിൽ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ക്രൈറ്റീരിയയും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വാലിഡ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ 500 റുപ്പീസ് കൊടുക്കത്തുള്ളൂ. ബൈ ചാൻസ് അത് വാലിഡ് അല്ല, അത് ഞങ്ങൾക്ക് ഇപ്പം അവര് ആ ഒരു സ്പോട്ടിലാണ് അവർ ഞങ്ങൾ പറഞ്ഞ ക്രൈറ്റീരിയയും കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഞങ്ങൾ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രിയാണ് ഞങ്ങൾ വേറൊരു ലൈവ് വന്നിട്ട് ഞങ്ങൾ സെക്കൻഡ് പ്രൈസ് മാത്രം ചൂസ് ചെയ്യുന്നതാണ്. അതിൽ ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സെക്കൻഡ് പ്രൈസ് ഉള്ള ആള് അടുത്ത ഒരു ദിവസം, അതായത് അടുത്ത ഒരു ഡേ മാത്രമേ ഞങ്ങൾ ചാൻസ് തരത്തുള്ളൂ. അതിനുള്ളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് പ്രൂഫും കാര്യങ്ങളും ഞങ്ങൾ വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവർക്ക് അയക്കുന്ന പേയ്മെന്റ് സ്ക്രീൻഷോട്ടും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കില്ല. പകരം എന്റെ ചാനലിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് ഞാൻ അവരുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്ത ഒരു കാര്യം ഒന്ന് പറയാൻ പോകുന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് 10K ആവാറായി ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഇനി ഞങ്ങൾ അടുത്ത ഗീവ് അവേ വെക്കാൻ പോകുന്നത് 25K ആണ്. അത് 25,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഞങ്ങൾ അടുത്തൊരു ഗീവ് അവേ വെക്കാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ 2 പേർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർക്ക് കൂടുതൽ പേയ്മെന്റ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. അതും ഓബിയസ്ലി ക്യാഷ് പ്രൈസ് തന്നെയായിരിക്കും ഞങ്ങൾ ഗീവ് അവേ വയ്ക്കുന്നത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നാളൊരു പക്ഷേ നിങ്ങളായിരിക്കാം അടുത്തൊരു ഗീവ് അവേയുടെ വിന്നറെങ്കിലോ. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.